ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സസ് 16 and 17. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പരിശുദ്ധ പിതാവേ, തുറന്ന ഹൃദയത്തോടെ സമ്പൂർണമായ സമർപ്പണത്തോടെ അടിയങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്നത്തെ രാത്രി താഴ്ത്തി ഏൽപ്പിക്കുക. അങ്ങനത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. നിത്യമായി നിലനിൽക്കുന്ന ശ്രേഷ്ഠമേറിയ ഒരാത്മീയ ഉന്നതി, ഒരാത്മീയ ഉദ്ധാരണം ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പച്ച, അങ്ങയുടെ പുത്രൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ സഭയെ ശുദ്ധീകരിക്കണമേ. ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അതിനെ മാത്രം നോക്കി പാർക്കുവാൻ, അതിനെ മാത്രം മുറുകെ പിടിക്കുവാൻ, ശ്രേഷ്ഠമേറിയ പ്രത്യാശയിൽ ഞങ്ങളുടെ ഓട്ടം ഓടിത്തീർക്കുവാൻ അടിയങ്ങളെ വീണ്ടും സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിന് സന്നിധിയിലാട്ടെ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മെ വിളിച്ചിരിക്കുന്ന ഒരോട്ടത്തെക്കുറിച്ചാണ്. ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു ക്രിസ്തു ഭക്തൻ, കർത്താവിൻ്റെ ശിഷ്യൻ, അവൻ്റെ മുമ്പിലുള്ള ഓട്ടം എങ്ങനെ ഓടണമെന്ന്, എത്ര സ്ഥിരതയോടെ ഓടണമെന്നാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള പ്രബോധനം. നമ്മുടെ മുമ്പിൽ നമ്മളെക്കാൾ മുന്നിൽ ഓടിത്തീർത്ത ഭക്തന്മാരെ കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ സാക്ഷികളുടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഈ ഓടുന്ന ഓട്ടം ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓടുന്നത്. എന്നാൽ ഈ ഓട്ടം ഓടിത്തികച്ച കുറച്ച് ഭക്തന്മാർ നമ്മുടെ മുമ്പിൽ മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് കാണിക്കുന്നു. ഈ ഓട്ടത്തിൽ അനേക പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, എതിരുകൾ, സമ്മർദ്ദങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെയല്ല, വീണുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെയല്ല, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെയല്ല, പിന്നെയോ പ്രത്യാശയോടെ ഈ ഓട്ടം ആദ്യം ഓടിത്തീർത്ത് നമ്മുടെ കർത്താവിലേക്ക് നോക്കി ബലം പ്രാപിക്കണമെന്ന് ഈ വചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. താഴേക്ക് വായിച്ചു വരുമ്പോൾ ഒരപ്പൻ തൻ്റെ മക്കളെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ തന്നിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ, നമ്മുടെ സ്വഭാവത്തെ കർത്താവിൻ്റെ സ്വഭാവത്തോട് രൂപീകരിതമാക്കി തീർക്കുവാൻ തക്കവണ്ണം, അതിനോട് താതാമ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം, അനുരൂപമായി തീരുവാൻ തക്കവണ്ണം ചില അനുഭവങ്ങളിലൂടെ, ചില അച്ചടക്ക നടപടികളിലൂടെ കർത്താവ് നമ്മളെ നടത്തുമ്പോൾ അത് കേവലം ശിക്ഷയാണെന്ന് ഓർത്ത് നമ്മൾ ആ അനുഭവങ്ങളെയും ആ അച്ചടക്കത്തിൻ്റെ രീതികളെയും കാണരുത് എന്നവിടെ കാണുന്നുണ്ട്. ഒരു അപ്പന് മക്കളോടുള്ള സ്നേഹത്തെയാണ് ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ കാണേണ്ടതെന്ന് അവിടെ നമുക്ക് താഴേക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പിന്നെ താഴേക്ക് നമ്മൾ ഈ വായിച്ച വചനത്തിൻ്റെ തൊട്ടു മേളത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില ഇടപെടലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില ജീവിത രീതികൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ കൂട്ടായ്മകളിൽ ഭിന്നതകൾ ഉണ്ടാക്കുവാനും കയ്പിൻ്റെ വേരുകൾ മുളയ്ക്കുവാനും തക്കവണ്ണം ഇടയാകരുത്. അത് നമ്മളെ മാത്രമല്ല തകർക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ തകർക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മധ്യത്തിലേക്ക് ഇവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയും ഏശാവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ കൊണ്ടുവരികയാണ് ദൈവാത്മാവ്. എന്താണെന്നറിയാമോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ
നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? എന്തിനാണെന്നറിയാമോ ഏശാവിന്റെ ജീവിതം ഇവിടെ കൊണ്ടുവന്നത്? ഏശാവിന്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് പരാമർശിക്കുമ്പോൾ അവിടെ കാണുന്നത് ഏശാവ് ഏറ്റവും വിലയുള്ളതിനെ മറന്നിട്ട് വിലയില്ലാത്തതിന്റെ പിന്നാലെ പോയി അവന്റെ ജീവിതം തകർന്നു, തരിപ്പണമായി. അവന് വേണ്ടി സ്വർഗം കരുതി വെച്ചിരുന്നത് അവന് ലഭിച്ചില്ല. അവനെ എന്തിനു വേണ്ടി വിളിച്ചുവോ, അവനെ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ ശ്രേഷ്ഠമായി വെച്ചിരിക്കുന്ന ആ സന്തോഷം അവൻ നോക്കാതെ താൽക്കാലികമായ ആഗ്രഹത്തിന്, താൽക്കാലികമായ ആവശ്യത്തിന് അവൻ തൻ്റെ നിത്യതയെ അല്ലെങ്കിൽ തൻ്റെ ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളെ വിട്ടുകളഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഇപ്പൊ പറഞ്ഞ വാക്യത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമർത്ഥിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില വലിയ സത്യങ്ങളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ക്ഷണികമാണ് ദൈവമക്കളെ. ഇറ്റ് ഈസ് നമ്പേർഡ്. എന്നാൽ സ്വർഗീയ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമല്ല, അത് നിത്യമാണ്. അതിന് there is no limit. It is infinite time, unlimited number of years, could be billions and trillions of years. There is no end to it. But this life is a very short time of life. പലപ്പോഴും നമ്മളിൽ പലർക്ക് പോലും മനസ്സിലാകുവാൻ കഴിയാത്ത ഒരു സത്യമാണ് ഈ ലോക ജീവിതം ക്ഷണികമാണെന്നും താൽക്കാലികമാണെന്നും. പലപ്പോഴും നമുക്കറിയില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ ഈ ഭൗമിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകള്, ഈ ഭൗമിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാരം, ഈ ഭൗമിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആകാംക്ഷയും ആകുലതയും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഈ ജീവിതം ഇത്രയ്ക്കിത്ര ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ ജീവിതത്തെ ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കത്തില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി ഈ ദൈവവചനം പഠിക്കുമ്പോൾ വലിയ ചില ആത്മീക സത്യങ്ങൾ ഇതിന്റെ മധ്യത്തിൽ നമ്മൾ ഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വീണ്ടും ആ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ ഒന്നുകൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കുവാൻ കരുതിക്കൊള്ളുവിൻ. കാരണം അവൻ ഏശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ കോണം ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എപ്പോഴെങ്കിലും ഓർക്കണമേ ദൈവമക്കളെ, പുതിയ നിയമത്തിന്റെ താളുകളിലേക്ക് പഴയ നിയമത്തിലെ അനുഭവങ്ങൾ ദൈവാത്മാവ് കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മൾ അതിനെ ലാഘവ ബുദ്ധിയോടെ വായിക്കുകയോ കാണുകയോ ചെയ്യരുത്. അതിൽ വലിയ ശ്രേഷ്ഠമേറിയ ദൈവിക ഉദ്ദേശവും പദ്ധതികളുമുണ്ട്. കാരണം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെയും ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വലിയ ജനം മോശയോടുകൂടെ ചേർന്ന ഒരു ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമുദ്രത്തിലൂടെ കടന്നു വന്ന, മേഘത്തിലൂടെ കടന്നു വന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവർ സമുദ്രത്തിലും മേഘത്തിന്റെ കീഴിലും സ്നാനമേറ്റു. ശ്രേഷ്ഠമേറിയ ദൈവിക കൃപയെ അവർ കണ്ടു. ദൈവിക അനുഗ്രഹങ്ങളെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുക മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരു ജീവിത അനുഭവത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്, ദൈവപ്രവൃത്തി തങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടവരാണ്, ദൈവം കൂടെ നടന്ന ഒരു ജനമാണ്, ദൈവിക പ്രമാണങ്ങളെ പ്രാപിച്ച ഒരു ജനമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നായകനായ ഒരു മനുഷ്യൻ മോശ അവർക്ക് മുമ്പാകെ നടന്നു, ദൈവം അവരോട് കൂടെ നടന്നു. എന്നാൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ ജനം വാഗ്ദത്ത പ്രദേശത്ത് അവരെത്തിയില്ലെന്ന്. ഹല്ലേലൂയ. നമ്മളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ സഹോദരങ്ങളെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് നമ്മൾ പറയുന്നു നമ്മോടുകൂടെ ദൈവമുണ്ടെന്ന്, നമ്മൾ പറയുന്നു നമ്മൾ പ്രമാണം പ്രാപിച്ച ജനമാണെന്ന്, നമ്മൾ പറയുന്നു ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരാണെന്ന്, ദൈവപ്രവർത്തികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കാണുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ആ അനുഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിക്കാതിരുന്നത് പോലെ സഹോദരങ്ങളെ, നിങ്ങളിൽ ദൈവം പ്രസാദിക്കാതിരിക്കുവാൻ കോണം ഇടവരരുത്. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണമേ, പുതിയ നിയമത്തിന്റെ താളുകളിൽ പഴയ നിയമത്തിലെ അനുഭവങ്ങളോ ഉദ്ധരണികളോ കൊട്ടേഷൻസോ അനുഭവങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ ഉടനെ we will have to go there and check what happened there.
അവിടെ എന്താണ് സംഭവിച്ചത്? അതിൽ നിന്ന് ദൈവാത്മാവ് എന്താണ് ഞാൻ പഠിക്കുവാൻ തക്കവണ്ണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്നുകിൽ അതൊരു മുന്നറിയിപ്പായിരിക്കാം, അല്ലെങ്കിൽ അതൊരു മാതൃകയായിരിക്കാം. ഒന്നുകിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ആ മാതൃക പിന്തുടരുക എന്നായിരിക്കാം, അല്ലെങ്കിൽ ആ അനുഭവത്തെ ഒരു മുന്നറിയിപ്പായിട്ട് നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിച്ച് നീ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്നുള്ളത്. ഇവിടെ ഏശാവിന്റെ അനുഭവം കാണിച്ചിരിക്കുന്ന ഒരു മാതൃകയായിട്ടല്ല, ഒരു മുന്നറിയിപ്പായിട്ടാണ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, ഒരു വലിയ മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുക. നമുക്കറിയാം, ഒരു വ്യക്തി കരയുകയാന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 പ്രത്യേക വിഷയങ്ങളിലാണ് ഒരു മനുഷ്യൻ കരയുന്നത്. ഒന്ന്, ഹൃദയത്തിന് താങ്ങുവാൻ കഴിയാത്ത നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി ഏങ്ങലടിച്ച് നിലവിളിക്കും. ശ്രദ്ധിക്കണം, ഒരു പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, താങ്ങുവാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും വേദനകളായിരിക്കാം. അതിന് മധ്യത്തിൽ ഒരു വ്യക്തി നിലവിളിക്കും. രണ്ടാമതൊരു വ്യക്തി കരയുവാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ വിലയോർത്തിട്ട് ഒരു വ്യക്തി കരയും. നഷ്ടബോധത്തിൽ ഒരു വ്യക്തി കരയും. ഹല്ലേലൂയ. ഓർത്തോർത്ത് കരയും, എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നിലവിളിക്കും. അത് രണ്ടാമത്തെ തരത്തിലുള്ള കരച്ചിലാണ്. മൂന്നാമത്തെ കരച്ചിൽ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ, എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ടവണ്ണം ജീവിക്കുവാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശ്രേഷ്ഠമേറിയ ഈ സാധ്യത, ഈ പ്രത്യാശയുള്ള ജീവിതം എത്ര മുമ്പേ എനിക്ക് ലഭിക്കുമായിരുന്നു, ഞാൻ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്നോർത്ത് ദൈവസന്നിധിയിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ മാത്രമല്ല, ദൈവമഹത്വത്തെ നമ്മൾ വേദനിപ്പിച്ചത് ഓർത്ത്, ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയാതെ അവനോട് എതിർത്ത് നിന്നത് ഓർത്ത്, മത്സരിയായി ജീവിച്ച കാലങ്ങളെ ഓർത്ത് മനസാന്തരത്തോടെ കരയുന്ന ഒരു കരച്ചിൽ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, പലപ്പോഴും നമ്മുടെ മധ്യത്തിലേക്കൊന്ന് നോക്കിക്കേ. ആരാധനയുടെ മധ്യത്തിൽ നമ്മൾ കരയാറുണ്ടല്ലോ. ദൈവത്തിന്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ കണ്ണുകൾ നിറയും, ചിലരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകും. അത് ഏതു തരത്തിലുള്ള കരച്ചിലാണ്? ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള കരച്ചിലാണോ? അതോ നമ്മൾ നഷ്ടപ്പെടുത്തിയ പലതിൻ്റെയും വിലയോർത്തുള്ള കരച്ചിലാണോ? ചില അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കണം, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി കർത്താവേ എന്നോർത്ത് തന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള കരച്ചിലാണോ? എന്റെ ധനം നഷ്ടപ്പെട്ടു പോയി കർത്താവേ എന്നോർത്ത് ദൈവസന്നിധിയിൽ ആ നഷ്ടത്തെ ഓർത്താണോ കരയുന്നത്? എന്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോയി കർത്താവേ എന്നോർത്ത് ആ നഷ്ടത്തെ ഓർത്താണോ കരയുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ രാത്രിയിൽ ദൈവം പ്രസാദിക്കുന്ന കണ്ണുനീര് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ രാത്രി ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതോ എന്റെ കർത്താവേ, ഇത്ര കരുണയുള്ള അങ്ങേ, ഇത്ര ദയയുള്ള അങ്ങേ, എന്റെ വീണ്ടെടുത്ത അങ്ങേ, എന്റെ നന്മ മാത്രം കാണുന്ന അങ്ങേ, നിത്യതയിൽ അങ്ങയോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം വഴി തുറന്ന് എനിക്ക് വേണ്ടി മരിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അസംഖ്യ കോടി പാപങ്ങളെ എന്നോട് ക്ഷമിച്ച് ആ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ജീവൻ തന്ന അങ്ങേ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള കണ്ണുനീരാണോ നമുക്കുള്ളത്? ഇന്ന് രാത്രി കേൾക്കുവാൻ പോകുന്ന മെസ്സേജിന്റെ ടൈറ്റിൽ ഇതാണ്: ടീയേഴ്സ് വിത്തൗട്ട് റിപ്പന്റൻസ്. മാനസാന്തരമില്ലാത്ത കണ്ണുനീര്. മാനസാന്തരമില്ലാത്ത കണ്ണുനീര്. ഇവിടെ നമ്മൾ കാണുന്നു, ഒരു കണ്ണുനീര് കാണുന്നു. എന്താണെന്നറിയാമോ? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. അവന്റെ കണ്ണുനീരിലേക്ക് നോക്കിയേ. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്ടിങ്. അതൊരു അഭിനയമായിരുന്നില്ല. ഇറ്റ് വാസ് എ റിയൽ സോറോ. ദാറ്റ് സോറോ വാസ് സോ ഡീപ്. ഹി വാസ് ക്രൈയിങ്. ഹി വാസ് ലിറ്ററലി ബീറ്റിംഗ് ഹിസ് ചെസ്റ്റ്. അവൻ നെഞ്ചത്തടിച്ചാ നിലവിളിച്ചത്. അത് ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് പോയാൽ മതി. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി അവിടുത്തെ 34-ാമത്തെ ഒന്ന് വാക്യം വായിച്ചാൽ മതി. യാക്കോബിന്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വന്ന്, ഇസാക്കിന്റെ അടുക്കിലേക്ക് അവൻ കടന്നു വന്ന് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ട് അവൻ ചോദിക്കുക. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണുനീര് വരും. അപ്പാ അപ്പാ, ഒരനുഗ്രഹവും എനിക്ക് ബാക്കിയില്ല. ആരെങ്കിലും ഒന്ന് വായിക്കാമോ അത്? അതിദുഃഖിതനായി ഉറക്ക നിലവിളിച്ചു. അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. നോക്കിക്കേ, അപ്പാ അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. വായിച്ച അപ്പനോട് പറഞ്ഞു. 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചത് ശ്രേ.
പൊട്ടിക്കരഞ്ഞു. If you look into that crying, it was a real cry. It was a real cry. നിലവിളി അത് യഥാർത്ഥ നിലവിളിയായിരുന്നു അപ്പന്റെ അടുത്ത്. എന്തിന്? അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിലവിളി. ഇവിടെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, എന്താണെന്നറിയാമോ? അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കാരണം എങ്ങനെയാണെന്നറിയാമോ? ഏശാവിന്റെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അവൻ മാനസാന്തരപ്പെട്ടവനായിട്ടല്ല ജീവിച്ചത്. അവൻ മാനസാന്തരപ്പെട്ടവനായിട്ടല്ല ജീവിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് എന്തിനാണ് പുതിയ നിയമത്തിന്റെ താളുകളിൽ എഴുതി വെച്ചെന്നറിയാമോ? ചങ്കത്തടിച്ച് ഹൃദയം പൊട്ടി വീണ്ടും ഒരു രണ്ടാമത്തെ അവസ്ഥയിൽ മാനസാന്തരപ്പെട്ടുവെന്ന് ഒരുവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവനെ കൈക്കൊണ്ടില്ല, ദൈവം അവനെ അംഗീകരിച്ചില്ല, ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതുപോലൊരു സാഹചര്യത്തിൽ അവസരങ്ങളെ നീ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് ദൈവസ്ഥിതിയിൽ നിന്ന് നീ അകന്നു മാറി ദൈവം തന്നിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും നീ മത്സരിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു നാളിൽ നീ മടങ്ങി വന്ന് നെഞ്ചത്തടിച്ചുകൊണ്ട് നിലവിളിച്ചാലും നിന്റെ കണ്ണീര് യാഥാർത്ഥ്യമാകാം, നിന്റെ നിലവിളി യഥാർത്ഥമാകാം. പക്ഷേ ദൈവസന്നിധിയിൽ നിനക്ക് മാനസാന്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ പക്ഷേ ഞാൻ താഴേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം ദൈവമക്കളെ. ഹല്ലേലൂയ. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായമൊക്കെ എടുത്ത് പല പ്രീച്ചേഴ്സും പറയും, ഹല്ലേലൂയ, മുടിയനായ പുത്രന്റെ ഇളയ മകന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടുത്തെ പിതാവിലൂടെ നമ്മൾ കാണുന്നതെന്ന് പഠിപ്പിക്കും. ശരിയാണ്. എന്നാൽ ഓർക്കണമേ, ദൈവവചനം ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. there is a timeline for God's patience. ദൈവത്തിന്റെ ക്ഷമയ്ക്ക് ഒരു സമയപരിധിയുണ്ട്. ദൈവത്തിന്റെ ക്ഷമയ്ക്ക് ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി കഴിഞ്ഞാൽ അവൻ പിന്നെ ക്ഷമിക്കുകയില്ല. ദൈവവചനത്തിൽ എത്രയോ തെളിവുകൾ അതിനുണ്ടെന്നറിയാമോ ദൈവമക്കളെ? പുതിയ നിയമത്തിൽ വന്നാലും അത് തന്നെ അവസ്ഥ. അല്ല എങ്കിൽ ഈ വചനം ഇവിടെ എഴുതി വെക്കത്തില്ല. കാരണം ദൈവത്തിന്റെ സഭയോട്, പുതിയ നിയമസഭയോടുള്ള ഒരു വാണിംഗ് ആണിത്. എന്താണെന്നറിയാമോ? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാനും നിങ്ങളും അറിയുന്നുവല്ലോ അവന്റെ ജീവിതാനുഭവത്തിൽ നിന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്താണ് വിഷയമെന്നറിയാമോ? ഏശാവ് പ്രാർത്ഥിച്ചത്, ഏശാവ് കണ്ണുനീരോട് അപേക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? അനുഗ്രഹത്തിന് അപേക്ഷിച്ചത്. പക്ഷേ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം താൻ ചെയ്ത പാപത്തെക്കുറിച്ച്, അല്ലെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആ തിന്മയുടെ അനുഭവത്തെക്കുറിച്ച് അവൻ അവിടെ ഏറ്റുപറഞ്ഞില്ല. അവന് ദൈവസന്നിധിയിൽ വന്ന് അവൻ അപ്പനോട് പറയാമായിരുന്നു, അപ്പാ, എൻ്റെ ബർത്ത് റൈറ്റിന്റെ, എൻ്റെ ജന്മാവകാശത്തിന്റെ, എൻ്റെ ജ്യേഷ്ഠാവകാശത്തിന്റെ വിലയെ ഞാൻ ലാഘവത്തോടെ കണ്ടു എന്ന് അവൻ ഏറ്റുപറയാമായിരുന്നു. അപ്പൊ എന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല എന്ന്, എനിക്ക് ശ്രേഷ്ഠമായ ഒരു കവനന്റ്, ഒരു നിയമം എന്റെ മേൽ വിളിക്കപ്പെട്ടിരുന്നുവെന്ന് ഞാൻ ഓർത്തില്ല കർത്താവേ, ഞാൻ ആ പായസത്തിനാണ് വില കൊടുത്തതെന്ന് അവന് വേണേ ഏറ്റു പറയാമായിരുന്നു. പക്ഷെ അവൻ ഏറ്റു പറഞ്ഞില്ല. അവൻ ഒന്നിനെ കുറിച്ച് കൺഫസ് ചെയ്തില്ല. അവനവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ല. ബട്ട് ഹി വാസ് ക്രൈയിങ് ഓൺലി ഫോർ ദ ബ്ലെസ്സിങ്സ്, ദ ലോസ്റ്റ് ബ്ലെസ്സിങ്. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തിന് വേണ്ടിയായിരുന്നു അവന്റെ കണ്ണുനീര്. ഹല്ലേലൂയ. അല്ലാതെ ആ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം തന്റെ ഭാഗത്ത് വന്ന വീഴ്ചയെ കുറിച്ച് അവന് മാനസാന്തരപ്പെട്ടില്ല. മനസ്സിലാക്കണമേ സഹോദര സഹോദരി, ഇത് തന്നെയാണ് നമ്മുടെ പലരുടെയും ജീവിതാനുഭവങ്ങളിലുള്ളത്. നമ്മൾ നിലവിളിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹത്തെ ഓർത്താ. പക്ഷേ ദൈവസന്നിധിയിൽ ആ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ എന്താണെന്ന് ഓർത്ത് അനുതപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ നിലവിളിക്കുവാനോ നമ്മളെ പലർക്കും കഴിയുന്നില്ല. അതാ ഇവിടെ പഠിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്, ഏസാവ് വാസ് ട്രേഡിങ് the future joy for the comfort of today. ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ തനിക്ക് പ്രാപിക്കാമായിരുന്ന ആ നിത്യമായ സമാധാനത്തിന്, ആ സന്തോഷത്തിന്, ശ്രേഷ്ഠമേറിയ ദൈവിക ഭാഗ്യത്തിന് തനിക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന തന്റെ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എ പ്രോമിസിങ് ലൈൻ ഉണ്ട്. അത് ഏബ്രഹാമിന്റെ കവനന്റ്, ഏബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ അത് പരമ്പരയിലേക്ക് വരുന്ന ആ വാഗ്ദത്ത നിവൃത്തിയും ആ വാഗ്ദത്തത്തിന്റെ പകർച്ചയുമാണത്.
കുടുംബത്തിന്റെ നാഥൻ, തലമുറയെ നയിക്കേണ്ടവൻ, മുന്നോട്ട് നയിക്കേണ്ടവൻ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ബർത്ത് റൈറ്റ് എന്ന് പറയുന്ന ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് നമ്മളിപ്പോൾ പറയത്തില്ലേ? പക്ഷേ ഈ ജ്യേഷ്ഠാവകാശം അവൻ കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഇതിനെ വിലയേറിയതായിട്ട് അവൻ കണ്ടിരുന്നുവെങ്കിൽ, അവൻ മാനസാന്തരത്തിന് ഇടകണ്ട് അനുഗ്രഹം പ്രാപിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഏശാവിന്റെയും ദൈവം എന്ന് പറയുമായിരുന്നു. ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? അതവൻ നഷ്ടപ്പെടുത്തി. അപ്പൊ അവന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു പോയി എന്നൊരു വിഷയമേ ഉള്ളൂ. പക്ഷേ അത് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച ഞാൻ ജ്യേഷ്ഠാവകാശത്തിനേക്കാൾ അധികം, ഹല്ലേലൂയ, എൻ്റെ താൽക്കാലിക വിശപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ചുവന്ന പായസം എൻ്റെ കണ്ണിന് ഇമ്പമായി തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ സ്നേഹിച്ചു പോയി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലോ അപ്പൻ്റെ സന്നിധിയിലോ താഴുവാൻ തക്കവണ്ണം ഒരു മനസ്സായില്ല. നമ്മൾ മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ ഈ രാത്രിയിലെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടു കണ്ടം എനി ഓഫ് അസ്. നമ്മളെ ആരെയും കുറ്റം വിധിക്കുവാനോ ശിക്ഷ വിധിക്കുന്ന ഒരു മെസ്സേജ് അല്ല. പക്ഷേ ഈ മെസ്സേജ് ദൈവാത്മാവ് ഇന്നത്തെ രാത്രി നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ നാളുകളിലുള്ള നമ്മുടെ നിലവിളി നഷ്ടപ്പെട്ടു പോയ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോയ ചില നന്മകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ചിലതിൻ്റെ വിലയോർത്തുള്ള വിലാപമാണോ, അതോ ദൈവസന്നിധിയിൽ ഞാൻ എത്രമാത്രം അകന്നുപോയി ഈ നഷ്ടങ്ങളൊക്കെ വരുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായോ കർത്താവേ എന്നോർത്തുള്ള നിലവിളിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ചില ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്, ഇറ്റ് ഈസ് സിംപ്ലി എ മിനിറ്റ്. ഇറ്റ് ടേക്സ് ഓൺലി എ മിനിറ്റ് ടു ടേക്ക് സം ഡിസിഷൻസ്, ബട്ട് ഇറ്റ്സ് കോൺസിക്വൻസസ് മേ ലാസ്റ്റ് ലൈഫ് ലോങ്. ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്നത്, ജഡത്തിലെടുക്കുന്ന തീരുമാനം, നമ്മുടെ ബുദ്ധിയിലെടുക്കുന്ന തീരുമാനം, കൂട്ടുകാരോടെ ചേർന്നിരിക്കുന്ന എടുക്കുന്ന തീരുമാനം, കുടുംബത്തിൽ ദൈവത്തെ കൂടാതെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ഹല്ലേലൂയ, ഒരു മിനിറ്റ് നേരത്തെ തീരുമാനമാണ്. പക്ഷേ അതിൻ്റെ പരിണിത ഫലം ജീവിതകാലം മുഴുവനും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് നിത്യതയിലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മളത് എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. നിങ്ങൾക്കറിയാമോ, ഈ ഭാഗം ഇത് ചെറിയ കാര്യമല്ല. നമ്മളിത് മനസ്സിലാക്കണം. ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് 27 ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിൽ നിന്ന് ഏശാവ് ഇസ്ഹാക്കിൻ്റെ അടുത്ത് വന്ന് നിലവിളിക്കുന്ന, അനുഗ്രഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ വന്ന് നിലവിളിക്കുന്ന നിലവിളിയാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അവന് ലഭിച്ച അവസരം എന്തായിരുന്നു? അവൻ നഷ്ടപ്പെടുത്തിയ അവസരം എന്താണെന്ന് അറിയണമോ? അതിന് 25 അധ്യായത്തിലേക്ക് പോകണം. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും ഒന്ന് വായിച്ചേ. ജെനസിസ് ചാപ്റ്റർ 25 verses 29 to 34. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ശ്രദ്ധിച്ച് കേൾക്കണമേ. He was given a chance. He was given a chance. He deliberately, അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ, അനവധി അനവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് അറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അകലുന്നത് പോലെ, അറിഞ്ഞുകൊണ്ട് നാം ദൈവത്തോട് മത്സരിക്കുന്നത് പോലെ, അറിഞ്ഞുകൊണ്ട് പ്രമാണങ്ങൾ ലംഘിക്കുന്നത് പോലെ, ഇവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തനിക്ക് വന്ന ഈ ശിക്ഷാവിധി ഏറ്റെടുക്കുന്നത്. ഒന്ന് വായിച്ചേ പാസ്റ്ററെ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏതോ ചുവന്നവൻ എന്നു പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെ എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്തു, എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. What do you understand from these verses, my brothers, my sisters? Hallelujah. അവന് വിശന്നു. ഒരു നേരത്തെ വിശപ്പ. വചനത്തിൽ എങ്ങും എഴുതിയില്ല അവൻ 3-4 ദിവസമായി പട്ടിണി കിടക്കുമായിരുന്നെന്ന്. അവൻ വെളിമ്പ്രദേശത്ത് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവന്റെ കണ്ണിന് മുമ്പിൽ അവൻ കാണുന്നത് യാക്കോബ് പായസം ഉണ്ടാക്കുന്നതാ കാണുന്നത്. ഉടനെ അവനിലേക്ക് കൺമോഹം കടന്നു വന്നു. ജഡത്തിന്റെ മോഹം, വിശപ്പ്, അപ്പറ്റൈറ്റ്, അതിനുവേണ്ടിയുള്ള ആർത്തി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ സ്വന്തം സഹോദരനോട് പറഞ്ഞു, എനിക്ക് ആ പായസം കുറച്ച് കുടിക്കാൻ തരണം, എനിക്ക് ആ പായസത്തെ കുറിച്ച് തരണം, എനിക്ക് വിശന്നിരിക്കുക. ഹല്ലേലൂയ.
അപ്പോൾ അനിയൻ എന്ത് പറഞ്ഞെന്നറിയാമോ? ബ്രദർ എന്ത് പറഞ്ഞെന്നറിയാമോ? നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തരാമോ? ജ്യേഷ്ഠാവകാശത്തിൻ്റെ വില അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അനിയൻ പറഞ്ഞത് നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വേണമെന്ന്. അവൻ ഒരു നിമിഷം ചിന്തിക്കാമായിരുന്നു, എൻ്റെ മുമ്പിൽ പായസം ഇരിക്കുന്നു, ആ പായസമാണോ എനിക്ക് വേണ്ടത്, അതോ എനിക്ക് പരമ്പരാഗതമായി ദൈവകൃപയാൽ യഹോവയാൽ ലഭിക്കപ്പെട്ട ജ്യേഷ്ഠാവകാശമാണോ വലുത്? He could have chosen between these two. ഈ പായസം വെറും 2-3 മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂർ മാത്രം എൻ്റെ വയറ്റിൽ കിടക്കും. നാളെയും എനിക്ക് വിശക്കും, അടുത്ത നേരവും എനിക്ക് വിശക്കും. അവൻ ഒരു മിനിറ്റ് ചിന്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ അവന് ചിന്തിക്കാമായിരുന്നു, വേണ്ട ഇന്ന് ഞാനത് ഫാസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. ഇത്രയും നാളും ഞാൻ തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചത്. He could have chosen between these two. This temporal, ഈ പോറിഡ്ജ് അല്ലെങ്കിൽ ഈ സൂപ്പ്, ഈ പായസവും തന്റെ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്ന നിത്യമായ ദൈവിക ദാനവും അവന് ചിന്തിക്കാമായിരുന്നു. അത് മാത്രമല്ല, യാക്കോബ് അവനെ ഓർമ്മിപ്പിച്ച് എന്തുവാണെന്നറിയാമോ? നീ എന്നോട് സത്യം ചെയ്യണം. സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീ സെല്ലിങ് ഇറ്റ് ബാക്ക്. അവൻ തിരിച്ച് അതിനെ വിൽക്കുക. അവിടെ എഴുതിയിരിക്കുന്ന, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വിറ്റു എന്ന, സോൾഡ് എന്ന ഇംഗ്ലീഷ്. അവനെ വിറ്റു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവോട് എഴുതിയിരിക്കുക, അവൻ തന്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ബർത്ത് റൈറ്റ് was not just about inheriting only the physical wealth. It was the covenant of Abraham, the line of promise, the blessings of God. Esau gave it up for a bowl of soup. That is the first mark of an unsaved man. He doesn't care about spiritual things. ചിന്തിക്കണമേ, ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ, ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ സ്വത്തിന്റെ കുറച്ച് ഭാഗം കൂടുതൽ കിട്ടുമെന്നുള്ള വിഷയമല്ല, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു നിലയും വിലയും ഉണ്ടാകുമെന്നുള്ള വിഷയമല്ല. ബർത്ത് റൈറ്റ് അല്ലെങ്കിൽ ഏശാവിനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ നിയമത്തിൽ കിട്ടുന്നതാണ്. Hallelujah, it is the covenant of Abraham. ഏബ്രഹാമിന് ദൈവം, ഏബ്രഹാമിന്റെ സന്തതികൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്ക് വന്നു. ഇസ്ഹാക്കിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരുന്നതാണ്, ഏശാവിലേക്ക് വന്നതാണത്. അവനത് വേണ്ടെന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത അനുഗ്രഹത്തെ വേണ്ടെന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത പദവിയെ വേണ്ടെന്ന് പറഞ്ഞു. ദൈവം വിളിച്ച വിളിയെ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ഈ പായസത്തിന്റെ പിന്നാലെ പോയത്. ഹല്ലേലൂയ. It is the line of promise. കാരണം after Abraham the line is Isaac, after Isaac then there the line is ഏശാവാണ്. പക്ഷേ ആ ലൈൻ he broke. He said I don't want it. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ നോക്കിയ കോംപ്രമൈസ് ലൈഫിലേക്ക് പോവുക. പെന്തിക്കോസുകാരനാന്ന് പറഞ്ഞിട്ട് എന്താ, ഞാൻ കിടന്ന് പട്ടിണി കിടന്ന് ചാവുകയെന്നല്ലോ, ഞാൻ അടികൊണ്ട് ചാവുകയെന്നല്ലോ. എന്തിനീ വിശ്വാസം എനിക്ക്? എന്തിനായി വിശ്വാസം? ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ ജീവിച്ചു പോകാനേ പറ്റൂ. കാണുന്നില്ലേ ഇന്ന് എത്രയോ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെയാ നീ ജീവിക്കുന്നത്? ഇന്ന് എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ചെയ്താ നീ ജീവിക്കുന്നത്? നിന്റെ ജ്യേഷ്ഠാവകാശം നിനക്ക് തന്നിരിക്കുന്ന താഴേക്ക് വായിച്ചു വരുമ്പോൾ ഞാൻ ദൈവവചനത്തിൽ ചില ഭാഗങ്ങളെ കാണിക്കാം. സ്വർഗം നിന്റെ കുടുംബത്തിൽ നിന്നെ വിളിച്ച് വേർതിരിച്ചു, നിന്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ നിന്നെ വിളിച്ച് വേർതിരിച്ചു, നിന്റെ ദേശക്കാരുടെ മധ്യത്തിൽ നിന്നെ വിളിച്ച് വേർതിരിച്ചു. ശ്രേഷ്ഠമേറിയ ഒരു വലിയ വിളിയം, ഒരു ആത്മീക അദൃശ്യമായ കൈവെപ്പും നിന്റെ മേൽ സ്വർഗം തന്നു. പക്ഷെ അത് നീ മറന്നിട്ട് ഈ ലോകത്തിലെ പായസത്തിന്റെ പിന്നാലെ, ഈ ലോകത്തിന്റെ നിറങ്ങളുടെ പിന്നാലെ നിന്റെ കൂട്ടുകാർ പോകുന്നതിന് മുമ്പേ ഹല്ലേലൂയ അതിന്റെ പിന്നാലെ നീ പൊയ്ക്കൊണ്ടിരിക്കുക. Deliberately you are doing it. എന്നിട്ട് വന്ന് ആരാധനയ്ക്ക് നിന്ന് കരയുകയാ, എന്നിട്ട് വന്ന് വചനം കേട്ട് കരയുക. എന്ത്? നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടത്തിന്റെ വിലയോർത്ത്, എന്നാൽ നീ തെറ്റിപ്പോയ നിന്റെ പാപത്തെ ഓർത്ത്, ലോക സ്നേഹത്തെ ഓർത്ത്, ജഡസ്നേഹത്തെ ഓർത്ത് നിലവിളിക്കുകയോ മാനസാന്തരപ്പെടുകയോ കർത്താവെ ക്ഷമിക്കണമയോ പറയില്ല. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവമക്കളെ, ഒരു വലിയ അപകടത്തിന്റെ മധ്യത്തിലാണ് ഇന്ന് ദൈവത്തിന്റെ സഭ. ഈ ലോകം ദൈവത്തിന്റെ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. കാരണം ലോകസ്നേഹികളായ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദൈവജനത്തിന്റെ മധ്യത്തിൽ ഉണ്ട്, നുഴഞ്ഞു കയറുകയാ. അവരെ പോഷിപ്പിക്കുന്ന പ്രസംഗകരും ഹല്ലേലൂയ ഇടയന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടവും ഇന്നുണ്ട്. അവരെ ബോധിപ്പിക്കുവാനാ പരിശുദ്ധാത്മാവ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ. As far as I am concerned, every preaching session of my life is an encounter with the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണ്. ഹല്ലേലൂയ എൻകൗണ്ടർ ആയിട്ട് കാണുവാനാണ് എൻ്റെ ഓരോ ശുശ്രൂഷകളെയും ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എത്രമാത്രം ഭയാനകമായ ഒരു അനുഭവത്തിലാണ് ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന നിങ്ങളും ഞാനും ജീവിക്കുന്നതെന്നറിയാമോ?
ഈ ലോകം അനേക പായസത്തെ കാണിച്ച്, അനേക ലോക നന്മകളെ കാണിച്ച്, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ കാണിച്ച്, ഈ ലോകത്തിന്റെ ശ്രേഷ്ഠമേറിയ ഭാവിയെ കാണിച്ച് നിന്നെയും എന്നെയും പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഏശാവ് ചെയ്യാമായിരുന്നത് പോലെ തന്റെ ജ്യേഷ്ഠാവകാശവും പായസവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കും കഴിയണം. അതാ ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്നുവല്ലോ, നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് വന്നിരിക്കുക, ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുക. അവർക്കത് ദൃഷ്ടാന്തമായിട്ട് അവന്റെ ജീവിതത്തിൽ അത് ഭവിച്ചു. അത് ദൈവം ഇവിടെ തെളിവായിട്ട് കാണിച്ചിട്ട് പറയുക, ആ മുന്നറിയിപ്പ് നീ ഓർക്കുക. ഹല്ലേലൂയ, ആമേൻ. യു നോ, when we listen to that, ഈ വചനത്തിൽ നമ്മൾ വായിച്ചു, ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു, അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട് ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം അല്ലെങ്കിൽ ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. ഇത് തന്നെയാ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് പിശാച് പറഞ്ഞു. എന്താണെന്നറിയാമോ? നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് ഞാൻ തരാം. നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ എത്രമാത്രം പിശാചിന്റെ മുമ്പിൽ വീണിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. അങ്ങനെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന്, കർത്താവേ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ, കർത്താവേ ഇതിന് കഴിയുന്നില്ലല്ലോ, എന്റെ വർഷങ്ങൾ എത്ര നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് നീ പറയുന്നതിന് മുമ്പേ, കർത്താവേ എന്റെ ജഡമോഹമാണ്, എന്റെ ലോകസ്നേഹമാണ്, എന്റെ പാപ സ്വഭാവമാണ് ഇതിലേക്ക് എന്നെ നയിച്ചതെന്ന് പറയുവാൻ, അല്ലെങ്കിൽ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയത്തില്ലെങ്കിൽ ആരാധനയുടെ മധ്യത്തിൽ നാം ഒഴുക്കുന്ന കണ്ണുനീരൊക്കെ വിഫലമാണ്, ഒരു പ്രയോജനവുമില്ല. കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ഇവിടെ പറയുന്നു, അവൻ നിലവിളിച്ചിട്ടും കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, ഈ വീഡിയോകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ ക്രൂസുകേടുകളിലൊക്കെ ഈ കണ്ണുനീരൊഴുക്കുന്നവരെ ശരിക്കും സ്പോട്ട് ഓൺ ചെയ്ത് അവരെ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കും സ്ക്രീനിനകത്ത് കണ്ണുനീര്. ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും വലിയ ആത്മീക പകർച്ച നടക്കുകയാണ്. പക്ഷേ ആ സഹോദരി കരയുന്നത് എന്തോർത്താണ്, ആ സഹോദരൻ കരയുന്നത് എന്തോർത്താണെന്ന് നമ്മൾ അറിയുന്നില്ല, സ്വർഗം മാത്രം അറിയുന്നു. ഏശാവിന്റെ കണ്ണുനീര് നോക്കിയാൽ അത് വായിക്കുന്ന നമ്മൾക്ക് തന്നെ കരഞ്ഞു പോകും. അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ, നിന്റെ പക്കൽ ഈ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പാ എനിക്കൊരു അനുഗ്രഹമില്ലേ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ അത് കാണുന്ന നിങ്ങളും ഞാനും വിചാരിക്കും, ഈ അപ്പൻ അവനെ അനുഗ്രഹിക്കരുത്, പാപം ഏതായാലും തിരിച്ചു വന്നല്ലോ. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, തിരിച്ചു വന്നിട്ടും അവൻ മാനസാന്തരത്തിന് ഇട കണ്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നുവെങ്കിൽ, എനിക്ക് നാളെ ഒരവസരം വീണ്ടും ശേഷിക്കുന്നു എന്നുള്ള ചിന്തയിൽ നീ ഇന്ന് ജീവിക്കരുത്. നിന്റെ അവസരം ഇന്നാണ് നിന്റെ അവസരം. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകുക, സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. The Bible says, Esau cried bitterly. But remember, he was grieving the loss of his blessings more than the sin that caused the loss. അവൻ കരഞ്ഞത് അവന് നഷ്ടപ്പെട്ടു പോയ ഭൗതികമായിട്ടുള്ളതാ, പേരും പെരുമയൊക്കെ ഓർത്തായിരിക്കുക. പക്ഷേ അവൻ ചെയ്ത പാപത്തെക്കുറിച്ച്, അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞതോർത്ത്, ജ്യേഷ്ഠാവകാശത്തെ ലാഘവത്തോട് കണ്ടതോർത്ത്, പായസത്തിന് വില കൊടുത്തത് അവൻ നിലവിളിച്ചു പറഞ്ഞില്ല. My brothers, my sisters, there is a tear or there are tears of regret. At the same time, there are tears of repentance. നഷ്ടബോധത്തിൻ്റെ കണ്ണുനീരുണ്ട്, മാനസാന്തരത്തിൻ്റെ കണ്ണുനീരുണ്ട്. നഷ്ടബോധത്തിൻ്റെ കണ്ണുനീര് വൈകാരികമായ കണ്ണുനീരാണ്, എന്നാൽ മാനസാന്തരത്തിൻ്റെ കണ്ണുനീര് രൂപാന്തരത്തിൻ്റെ കണ്ണുനീരാണ്. മറന്നു പോകരുത്. Tears of regret is emotional, but tears of transformation or repentance, it is transformational. നമ്മുടെ കണ്ണുനീര് നഷ്ടബോധത്തിൻ്റെ കണ്ണുനീരാണോ, മാനസാന്തരത്തിൻ്റെ കണ്ണുനീരാണോ? എന്താ ഗുണമെന്നറിയാമോ? നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ കർത്താവ് നമ്മളെ ചേർക്കുക മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയതവൻ മടക്കി തരുവാനും വിശ്വസ്തനാണ്.
നമ്മൾ മറന്നു പോകരുത്. പക്ഷേ കർത്താവിനേക്കാൾ അധികം അനുഗ്രഹത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ കർത്താവിനെ നമുക്ക് കിട്ടത്തില്ല. അനുഗ്രഹത്തിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ വി ആർ ഫോളോയിങ് ഇൻ ദ ഫുഡ് സ്റ്റെപ്പ് ഓഫ് ഈസ. നമ്മൾ ഏശാവിൻ്റെ പിന്നാലെ പോകുന്നത്. ഇതിന് മനോഹരമായൊരു കോൺട്രാസ്റ്റ് ദൈവവചനത്തിനുണ്ട്. ഇതിന് നേരെ ഒരു എതിര് ദൈവവചനത്തിൽ കാണിക്കുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് 40 ദിവസവും 40 രാവും 40 പകലും 40 രാവും ഉപവസിച്ച് വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏശാവിൻ്റെ വിശപ്പാണോ വലുത്, യേശു കർത്താവിൻ്റെ വിശപ്പായിരിക്കുമോ വലുത്? 40 പകലും 40 രാവും അവൻ ഉപവസിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. 40 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് പിശാച് കടന്നു വന്ന് പറയുക, നിനക്കൊരു കാര്യം അറിയാമോ, നീ ദൈവപുത്രനല്ലേ, നിനക്ക് കഴിയത്തില്ലേ, ഈ മരുഭൂമിയിൽ വേറെ ആരും നിന്നെ നോക്കുന്നില്ല, ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. ഈസിയായിട്ട് നിനക്ക് അപ്പം കഴിക്കാം, ആരും കാണത്തില്ല, നിന്റെ വിശപ്പടങ്ങും. നിനക്ക് വേണേൽ പിതാവിനോട് പറയാം, എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല, റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, വീടുകളൊന്നുമില്ല, അല്ലേ പോയി ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാമായിരുന്നു, എനിക്ക് വേറെ മാർഗമൊന്നുമില്ല, ഏതായാലും സ്വർഗം എനിക്ക് തന്ന ഡിവൈൻ എബിലിറ്റി അല്ലേ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. പിശാച് എന്ന് പറഞ്ഞതാ. പിശാച് ഒരു പക്ഷേ ഇങ്ങനെ കൂടെ പറഞ്ഞു കാണും, വചനത്തിലില്ലെങ്കിലും നിനക്കും കഴിക്കാം, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. യേശു കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാമോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദുഷ്ടപിശാചേ, നീ എന്നെ വഞ്ചിക്കാനാണെന്ന് എനിക്കറിയാം. 40 രാവും 40 പകലും ഭക്ഷണമില്ലാതെ എന്നെ പരിപോഷിപ്പിച്ച കർത്താവ് അടുത്ത ചില ദിവസങ്ങൾ കൂടെ ഭക്ഷണമില്ലാതെ എന്നെ പരിപോഷിപ്പാൻ ശക്തന. പക്ഷേ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ പാപം ചെയ്യത്തില്ല. എനിക്ക് സ്വർഗം തന്നിരിക്കുന്ന ഡിവൈൻ എബിലിറ്റി സ്വർഗത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കും, എൻ്റെ മഹത്വത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ നിൻ്റെ കമാൻഡ്മെൻറ്റിലല്ല. എൻ്റെ പിതാവ് എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യും, പക്ഷെ നിൻ്റെ വായിൽ നിന്ന് വരണ്ട. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, യേശാവും യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ ഫോറണ്ണർ. യേശു കർത്താവാണ് നമുക്ക് മുന്നോടിയായി ഓടിയത്. ഹല്ലേലൂയ. കർത്താവാണ് നമുക്ക് മുന്നമേ ഓടിയത്. അവനെയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതോ ലോകത്തിലെ പായസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യേശാവിൻ്റെ പിന്നാലെയാണോ നമ്മൾ പോകേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. നീ യേശാവിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ പായസത്തിൻ്റെ പിന്നാലെ നീ ഓടുകയാണെങ്കിൽ ഒരു നാളിൽ നിൻ്റെ ആരോഗ്യം ക്ഷമിക്കുമ്പോൾ, ഒരു നാളിൽ നിൻ്റെ സുഖമെല്ലാം നഷ്ടപ്പെട്ട് നീ അനുഭവിച്ച് കഴിഞ്ഞ് നീ അങ്ങ് സാച്ചുറേറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ഇതായി കഴിയുമ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം കയറി നീ മടങ്ങി വന്നാൽ നിന്നെ സ്വീകരിക്കുവാൻ കർത്താവ് ഉണ്ടാവില്ല. അതാ ഓർമ്മിക്കുന്നത്. My brothers, my sisters, you can disagree with me, it is your choice. നിങ്ങൾക്ക് വേണം ഇത് അംഗീകരിക്കാതിരിക്കാം, പക്ഷേ ഞാൻ ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്, ദൈവത്തിന്റെ തിരുവചനമാണ് പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം ഇന്നില്ലാത്തത് കൊണ്ടാണ് ദൈവസഭയുടെ മധ്യത്തിൽ ശത്രു കയറി ഇന്ന് വിളയാടുന്നത്. ഈ വചനം ഇന്ന് ദൈവസഭയിൽ പ്രസംഗിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിനും ലോകത്തിനും ഒരേ വില കൊടുത്ത് 2 തോണിയിൽ കൈവച്ച് കാൽവെച്ച് 2 യജമാന്മാരെ ഒരുപോലെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെയൊക്കെ ചിന്ത എന്തെന്നറിയാമോ? നാളെ എനിക്കൊരു അവസരമുണ്ട് മടങ്ങി വരാനെന്ന്. പക്ഷെ വചനം പറയുന്നു, നിനക്കൊരവസരമില്ല. കാരണം എത്രയോ ഇടത്ത് സോദോം ഗോമോറയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ക്ഷമ വിട്ടുപോകുന്ന ഒരു അനുഭവം രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മോവാബ്യ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. there is a timeline for God's patience. അപ്പം നമ്മൾ പറയുമായിരിക്കും, പുതിയ നിയമത്തിൽ അങ്ങനൊന്നുമില്ലെന്ന്. പുതിയ നിയമത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വാണിംഗ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പുതിയ നിയമസഭയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെന്ന് സഹോദരന്മാരാരെങ്കിലും, അല്ലെങ്കിൽ എന്നെ വീഡിയോയിലൂടെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാമോ ഇത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനം അല്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഇത് പുതിയ നിയമസഭയ്ക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതപ്പെട്ടത്. വേറൊരു പുസ്തകമില്ല സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. We have Jesus Christ as our forerunner. We have a birthright in Christ. യേശാവിന് ഈ ഐസക്കിൽ, ഇസ്ഹാക്കില് ജ്യേഷ്ഠാവകാശം അല്ലെങ്കിൽ മകനെന്നുള്ള അവകാശം ഉള്ളതുപോലെ ക്രിസ്തുവിൽ നമുക്കൊരു ബർത്ത് ഉണ്ട്. ദൈവവചനം നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. കാരണം ഈ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരണം.
അതുകൊണ്ട് ഞാൻ ഈ വചനങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനോ അതിനെ എക്സ്പ്ലോർ ചെയ്യുവാനോ തക്കവണ്ണം ഞാൻ സമയമെടുക്കുന്നില്ല. 1 പത്രോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. 1 Peter 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. നമ്മളെ അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് കോളിംഗ്. എൻ്റെ കൂടെ ബെഞ്ചിൽ നിന്ന് പഠിച്ച എൻ്റെ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്, സ്കൂൾ കൂട്ടുകാരുണ്ട്, സ്കൂൾ മേറ്റ്സ് ഉണ്ട്, കോളേജ് മേറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി മേറ്റ്സ് ഉണ്ട്. ഹല്ലേലൂയ. അവരൊക്കെ ഇന്ന് ലോകത്തിലായിരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മധ്യത്തിൽ നിന്ന് ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നെങ്കിൽ, എന്തിനു വേണ്ടി എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്തതായ ഒരു സ്വർഗീയ അവകാശത്തിനു വേണ്ടി എന്നെയും നിങ്ങളെയും അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അത് മാത്രമല്ല, ദൈവം നമ്മളെ കാക്കുന്നുണ്ട്. അതിന് മുമ്പിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി സൂക്ഷിക്കുകയാണ്. ദൈവവചനത്തിന്റെ ആ പ്രമാണത്തിനകത്ത് നിർത്തിക്കൊണ്ട് നമ്മളെ പോവുകയാണ്. എന്നാൽ നമ്മളിൽ ചിലർ ആ പ്രമാണത്തിന്റെ വേലി പൊളിച്ച് വെളിയിൽ ചാടുകയാണ്. ചിന്തിക്കണമേ. മനഃപൂർവ്വം നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തെ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. ആവർത്തിച്ച് ദൈവത്തിന്റെ സഭയിൽ ദൈവവചനം മുഴങ്ങി കേൾക്കുന്നു. നമ്മൾക്ക് ദൈവവചനം കേൾക്കുവാൻ ഏതെല്ലാം മുഖാന്തരങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും we come and we cross through certain verses, certain scriptures, certain sermons or something like that. ചില സന്ദർഭങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന, ചിലപ്പോൾ അവിടെയും ഇവിടെയും ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ദൈവാത്മാവ് നമ്മളെ അനുദിനം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. നിന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ക്ഷയവും മാലിന്യവും വാട്ടവും ഒന്നുമില്ലാത്ത സ്വർഗീയമായ ഒരു അവകാശത്തിന് വേണ്ടിയാണ്. പൈതലേ, നീ ഇങ്ങനെ നടക്കേണ്ടവനല്ല, നീ ഇങ്ങനെ നടക്കേണ്ടവളല്ല. ഹല്ലേലൂയ. നിന്നെ അവൻ കാത്തു സൂക്ഷിക്കുകയാണ്. ഒരപ്പൻ, നമ്മൾ ഈ എബ്രായ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചതുപോലെ, ഒരപ്പൻ തന്റെ മകളെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ അവൻ നിന്നെ സൂക്ഷിച്ച് തന്നോട് അടുപ്പിക്കുകയാണെന്ന് എത്രയോ തവണ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടു. Still we say, I don't care it. Like Esau said. ഏശാവ് പറഞ്ഞതുപോലെ, എനിക്ക് വിശന്ന് മരിക്കാൻ തുടങ്ങുന്ന ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനാ? അവൻ ഒരു നേരത്തെ വയറിൻ്റെ നിറവിന് വേണ്ടിയാ എന്നും നിലനിൽക്കുന്ന ജ്യേഷ്ഠാവകാശത്തെ നഷ്ടപ്പെടുത്തിയത്. ഞാൻ വേഗം പോട്ടെ മുന്നോട്ട്. ഹല്ലേലൂയ. റോമാലേഖനം 8:17. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. നമ്മക്കളെങ്കിലോ അവകാശികളും ആ അങ്ങനല്ല എഴുതിയേക്കുന്നത്. അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഒരു കണ്ടീഷനാ പറഞ്ഞത്. അവനോടുകൂടെ കഷ്ടം നീ അനുഭവിക്കുന്നുവെങ്കിൽ, ക്രിസ്തു പോയ വഴിയിലൂടെ നീ പോകുന്നുവെങ്കിൽ, അവരെടുക്കുന്ന കുരിശിന്റെ പിന്നാലെ നീ പോകുന്നുവെങ്കിൽ മാത്രം. അതങ്ങനെ വാക്യം എഴുതിയിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. അങ്ങനല്ലേ വാക്യം എഴുതിയിരിക്കുന്നത്? ശരിയല്ലേ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അങ്ങനെയാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണമേ, കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ നമ്മൾ കഷ്ടം അനുഭവിക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ബി മൈ ഇമിറ്റേറ്റേഴ്സ്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്തു നടന്ന വഴിയിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നത് പോലെ, അതിനുവേണ്ടി പ്രയത്നം ചെയ്യുന്നത് പോലെ നിങ്ങളും എൻ്റെ പിന്നാലെ ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് പിന്നാലെ വരുവിൻ. ലൂക്കോസിന് ശേഷം 9:23, മർക്കോസിന് ശേഷം 8:36, മത്തായിയുടെ ശേഷം 16:27, ലൂക്കോസിന് ശേഷം വീണ്ടും 14:27-23. അവിടെയൊക്കെയും എഴുതിയിരിക്കുന്നത്, ഒരുവനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനം തോറും എന്നെ അനുഗമിക്കട്ടെ. അതാ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനോട് തേജസ്കരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സർക്കാർ.
ആ വിളി മറന്നിട്ടാണ് ഈ ലോകം കാണിക്കുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. ഒരല്പ സുഖത്തിന് വേണ്ടി, ഒരു മിനിറ്റ് നേരത്തെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ദിവസത്തെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി, അല്ലെ കുടുംബക്കാരെ പിണക്കാതിരിക്കാൻ വേണ്ടി ദൈവം നിന്നെ വിളിച്ച വിളി, ഹല്ലേലൂയ, അവരിൽ നിന്ന് നിന്നെ തിരഞ്ഞെടുത്ത വിളി ശ്രേഷ്ഠമേറിയ ഒരു അവകാശത്തിന് വേണ്ടിയാ, കർത്താവിനോട് തേജസ്സിൽ വെളിപ്പെടുവാൻ വേണ്ടിയാ. ആമേൻ, ഹല്ലേലൂയ. We are God's children, chosen to inherit the heavenly wealth in Christ. We are co-heirs with Christ. The begotten has become the firstborn for our sake. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ, ബിഗോട്ടൺ സൺ ഓഫ് ഗാഡ്. ആ ഏകജാതനായ പുത്രനാണ് റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ആദ്യജാതനായി മാറിയത്. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും ദൈവഭവനത്തിൻ്റെ ഓഹരിക്കാരായി തീർക്കാൻ. നമുക്കറിയാം ഏകജാതനും ആദ്യജാതനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഏകജാതൻ എന്ന് പറഞ്ഞാൽ ഒരപ്പനും അമ്മയ്ക്കും ഒരേ ഒരു മോനേ ഉള്ളൂ, അവനാണ് ഏകജാതൻ. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഒരപ്പനും അമ്മയ്ക്കും പല മക്കളിലുണ്ട്, അതിൽ മൂത്തയാളിനെയാണ് ആദ്യജാതൻ എന്ന് പറയുന്നത്. ഏകജാതനായിരുന്ന യേശു കർത്താവ് അവൻ ആദ്യജാതൻ എന്ന പടിയിലേക്ക് താണതെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ഭവനക്കാരായി തീർക്കാൻ, കർത്താവിനോട് കൂടെ അവകാശികളാക്കി തീർക്കുവാൻ, അവിടുത്തെ സ്വർഗീയമായ സ്വത്തിന് കൂട്ടവകാശികളാക്കി തീർക്കാൻ. അതാ വാക്യത്തിന്റെ അർത്ഥം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. റോമൻസ് 8:17, റോമാലേഖനം 8:14. ഹല്ലേലൂയ. റോമൻസ് 8:29 പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മളെ എന്തിനാണ് മുൻ നിയമിച്ചിരിക്കുന്നതെന്നറിയാമോ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനാണ്. നമ്മുടെ ക്യാരക്ടർ ഒന്ന് മാറാൻ വേണ്ടിയാ, നമ്മുടെ സ്വഭാവം ഒന്ന് മാറാൻ വേണ്ടിയാ, നമ്മുടെ ചിന്തകളൊന്ന് മാറാൻ വേണ്ടിയാ, നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറാൻ വേണ്ടിയാ. അതാ മുമ്പ് എഴുതിയിരിക്കുന്നത്. അവനോടുകൂടെ നമ്മൾ കഷ്ടം അനുഭവിക്കാനാ. ഇത് നമുക്ക് സ്വഭാവം മാറണ്ട, നമ്മുടെ ജീവിത ശൈലി മാറണ്ട, നമ്മുടെ രീതികൾ മാറണ്ട, നമ്മുടെ ലക്ഷ്യം മാറണ്ട. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുന്നു, ഞങ്ങൾ ദൈവമക്കളാ, വി ആർ ഓൺ അവർ വേ ടു ഹെവൻ. ഞങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴികളാ. കണ്ടില്ലേ അത്ഭുതങ്ങൾ നടക്കുന്നത്, കണ്ടില്ലേ അടയാളങ്ങൾ നടക്കുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് പെന്തിക്കോസ്ത് സഭയെ മാത്രമല്ല. അക്രൈസ്തവരായിരിക്കുന്ന പലരും പറയുന്നിടത്തോട് നിങ്ങളൊന്ന് പോയി നോക്ക്, അവരെല്ലാം വാദിക്കുന്ന അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നാ, അല്ലേ? Are you fool to believe that? Are you so self-conceited to think this sort of deception? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്റെയും നിന്റെയും മുമ്പിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നിത്യത. നിത്യത യേശു കർത്താവിനോടുകൂടെ വാഴണം. ആ നിത്യത പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും സൈഡ് ട്രാക്ക് ചെയ്യുവാൻ അവൻ എല്ലാ വഴികളും കൊണ്ടുവരും, എല്ലാ ദുരുപദേശങ്ങളും കൊണ്ടുവരും, എല്ലാ ദുർവ്യാഖ്യാനങ്ങളും കൊണ്ടുവരും. അതിന് മധ്യത്തിൽ ആർക്കത് ചെവി കൊടുക്കാൻ പറ്റും? അവർ ചെവി കൊടുക്കും, അവർ വീഴും. എന്നാൽ അന്ത്യത്തോളം എൻ്റെ കർത്താവിൻ്റെ വഴി മതി. അത് കഷ്ടതയുടെ വഴിയാ, അത് നിന്ദയുടെ വഴിയാ, അത് പരിഹാസത്തിൻ്റെ വഴിയാ, അത് ഒറ്റപ്പെടലിൻ്റെ വഴിയാ. എനിക്ക് ആ വഴി മതി. അതാര് പറയുന്നുവോ അവർ കർത്താവിനോടുകൂടെ വാഴും. സോ ടൈമെല്ലാം പോയി കഴിഞ്ഞു. ഈ ടെക്സ്റ്റിൽ നിന്ന്, ഞാനിപ്പോൾ വായിച്ചു കേട്ട ടെക്സ്റ്റിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. ഒത്തിരി സമയം എടുക്കത്തില്ല, ഒത്തിരി സമയം എടുക്കേണ്ട സബ്ജക്റ്റാണ്, പക്ഷേ ഞാനത് എടുക്കുന്നില്ല. കാരണം അടുത്ത ഒരു പാർട്ടൂടെ ഈ മെസ്സേജ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. ഐ എം റീഡിങ് ഫ്രം ഹീബ്രൂസ് 12:16 and 17. എബ്രായ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അഭക്തൻ. അഭക്തൻ എന്ന് പറഞ്ഞാൽ ദൈവഭക്തി ഇല്ലാത്തവൻ എന്നാ. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ജ്യേഷ്ഠാവകാശം വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ അഭക്തനാകുന്നതെന്ന്. ദൈവഭക്തി ഇല്ലാത്തത്. കാരണം ദൈവം കൊടുത്തിരിക്കുന്ന ജ്യേഷ്ഠാവകാശത്തെ വേണ്ടെന്ന് വെക്കുന്നവൻ, ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ നിൽക്കുന്നവൻ, ദൈവത്തിന് കീഴ്പ്പെടാത്തവൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ കീഴേ വരാത്തവൻ അഭക്തനാണ്. ഹല്ലേലൂയ. അതിനിപ്പോൾ കൊലപാതകമൊന്നും ചെയ്യണമെന്നില്ല. ഹല്ലേലൂയ.
അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമായിട്ട് പറഞ്ഞു പോവുകയാണ്. നമ്പർ 1, 1, ഡോണ്ട് എക്സ്ചേഞ്ച് ഇറ്റേണിറ്റി ഫോർ യുവർ അപ്പറ്റൈറ്റ്. നമ്മുടെ ലൗകിക വിശപ്പിനും ദാഹത്തിനും വേണ്ടി നിത്യതയെ വിൽക്കരുത്. ഒന്നാമത്തേത്, ഡോണ്ട് എക്സ്ചേഞ്ച് ഓർ ഡോണ്ട് ട്രേഡ് ഇറ്റേണിറ്റി ഫോർ യുവർ അപ്പറ്റൈറ്റ്. ഈ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശപ്പെന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല. കണ്ണിന് ചില വിശപ്പുണ്ട് ചില സമയത്ത്, ഇല്ലേ? കണ്ണിന് ചില കാര്യങ്ങൾ കാണാൻ ഭയങ്കര വിശപ്പാണ്, അല്ലേ? ചെവിക്ക് ചിലപ്പോൾ ഭയങ്കര വിശപ്പുണ്ട് ചില കാര്യങ്ങൾ കേൾക്കാൻ. നാവിന് ഭയങ്കര വിശപ്പാണ്, ചില കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് ഉറക്കം വരൂ. അതുപോലെ ചിന്തകളിൽ വലിയ വിശപ്പുണ്ട്, അതങ്ങ് തീർക്കണം നമുക്ക്. നമ്മൾ ചിലർ പറഞ്ഞു കേട്ടില്ല, എനിക്കതങ്ങ് പറഞ്ഞാലേ സ്വസ്ഥത വരത്തുള്ളൂ. അത് വിശപ്പാണ്. മുമ്പേ പറഞ്ഞുകൊണ്ട് ഏശാവ് പറഞ്ഞുകൊണ്ട് എനിക്കിത് കഴിക്കാതെ തൃപ്തി വരത്തില്ല, ഈ ജ്യേഷ്ഠാവകാശം എനിക്കെന്തിനാ? നീ ആദ്യം പായസം എടുത്ത് വെക്കാൻ, അപ്പോൾ ഇച്ചിരി പായസം ഇങ്ങോട്ട്. അതുപോലെ അതാണ് ഈ വിശപ്പ് എന്ന് പറയുന്നത്, അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. എന്തിനോടുള്ള ആഗ്രഹമോ മോഹമോ അതിനെയാണ് അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സെക്ഷൽ അപ്പറ്റൈറ്റ്, ഇറ്റ് ക്യാൻ ബി വേൾഡ്ലി അപ്പറ്റൈറ്റ്, ഇറ്റ് ക്യാൻ ബി കാർണൽ അപ്പറ്റൈറ്റ്സ്, ഇറ്റ് ക്യാൻ ബി അപ്പറ്റൈറ്റ് ഫോർ എനിത്തിങ്. ദൈവത്തോടുള്ള ദാഹത്തേക്കാൾ, ദൈവത്തോടുള്ള വിശപ്പിനേക്കാൾ അധികം ഈ ഭൂമിയിൽ നമ്മൾ എന്തിനോടധികം വിശപ്പ് കാണിക്കുന്നോ ദാഹം കാണിക്കുന്നോ അതൊക്കെ ഈ അപ്പറ്റൈറ്റിനകത്ത് വരും, ഈ ദാഹത്തിനകത്ത് വരും. ഇവിടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്, ഡോണ്ട് ട്രേഡ്, ഡോണ്ട് എക്സ്ചേഞ്ച്, ഡോണ്ട് സെൽ ഓഫ് യുവർ ഇറ്റേണിറ്റി ഫോർ യുവർ അപ്പറ്റൈറ്റ്. ഈ ഭൂമിയിലുള്ള നിന്റെ ഭൗമിക ദാഹത്തിന് വേണ്ടി, ഭൗമിക ആഗ്രഹത്തിന് വേണ്ടി, നിന്റെ ജഡത്തിൻ്റെ ഉത്തേജനത്തിന് വേണ്ടിയും ആ സെൽഫ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നിന്റെ നിത്യതയെ നീ പണയം വെക്കരുത്, നീ വിൽക്കരുത്. നിനക്കറിയാമോ, 5 മിനിറ്റ് നേരം ചമ്മണപ്പൂട്ടിട്ടിരുന്ന് കുറച്ച് പായസം കുടിക്കുന്നതിന് വേണ്ടിയാ അവൻ്റെ നിത്യതയെ, അവൻ്റെ ദൈവികമായ ശ്രേഷ്ഠമേറിയ ദാനത്തെ നഷ്ടപ്പെടുത്തിയത്, ചില പായസം കുടിക്കാൻ. ഹല്ലേലൂയ. 1 meal, ശ്രദ്ധിച്ച് കേൾക്കണമേ, 1 meal cost Esau his birthright. ഇതുപോലെ ദാവീദിന്റെ ഒരൊറ്റ നോട്ടമാണ് ദാവീദിന്റെ ജീവിതത്തെ തകർത്തത്. മട്ടുപ്പാവിൽ നിന്ന്, രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഒരൊറ്റ നോട്ടം നോക്കി. നമുക്കറിയാം ബത്ശേബയുടെ കഥ. ആ നോട്ടം അവന് പിൻവലിക്കാമായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും നോക്കുന്നുണ്ട് പലതിലും. അവിടെയൊക്കെ ദൈവകൃപ പ്രാപിച്ച ദൈവഭയമുള്ള ദൈവമക്കൾ അവരുടെ കണ്ണ് പിൻവലിക്കുന്നുണ്ട്. നോ, ഞാൻ നോക്കത്തില്ല. ശ്രേഷ്ഠമേറിയ പുതിയ നിയമം വരുന്നതിന് മുമ്പ്, ഈവൻ പഴയ നിയമത്തിന് മുമ്പ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടു. ആര്? ഇയ്യോബ്. ഇയ്യോബ് പറഞ്ഞൊരു വാക്യമുണ്ട്, എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു ഉടമ്പടി വെച്ചിരിക്കുന്നു, ഞാൻ ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ദൈവഭയമാ ആ മനുഷ്യനെ കൊണ്ടത് പറയിപ്പിച്ചത്, പരിശുദ്ധാത്മശക്തിയല്ല, ദൈവഭയം. ഇന്ന് ദൈവഭയം ദൈവജനത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നെന്ന്. ദൈവഭയം പോലുമില്ല. പഴയ നിയമത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഇയ്യോബിന് ദൈവഭയം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ചിലർക്കും ദൈവഭയം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ജീവിക്കുന്ന പുതിയ നിയമ വിശുദ്ധന്മാരെന്ന് പറയുന്ന പലർക്കും ദൈവഭയം പോലുമില്ല. ഇവിടെ നോക്കണമേ, ഒരു സൂപ്പിന് വേണ്ടി, ഒരല്പ സൂപ്പിന് വേണ്ടി, ഒരു ബൗൾ സൂപ്പിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം ഏശാവ് നഷ്ടപ്പെടുത്തി. ഒരൊറ്റ നോട്ടം കൊണ്ട് ദാവീദ് തൻ്റെ കുടുംബത്തിൽ അനർത്ഥം കൊണ്ടുവന്നു. തൻ്റെ ജീവിതകാലം മുഴുവനും മരണം വരെ അവൻ്റെ ഹൃദയത്തിൽ നീറി 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 അവൻ ജീവിക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലാക്കണമേ, വെറും 30 വെള്ളിക്കാശിന് വേണ്ടി, വെള്ളിക്കാശിനോടുള്ള ഭ്രമം, പണത്തോടുള്ള ഭ്രമമാണ്. നമുക്കറിയാം ജൂദാസ് ഈസ്കര്യോത്താവിനെ, ഈ ജൂദാസ് ഈസ്കര്യോത്തിനെ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ഗുരുവായ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം, തൻ്റെ അപ്പോസ്തോലത്വം തനിക്ക് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കിയത് പണത്തോടുള്ള അവൻ്റെ ഭ്രമം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ ദാഹങ്ങളെ, നമ്മുടെ ലൗകിക വിശപ്പിനെ നമ്മൾ പരിപോഷിപ്പിക്കുമ്പോൾ ഓർക്കണമേ, ഏതെങ്കിലും ഒരു നിത്യമായ ലക്ഷ്യം, അവകാശം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നാളെ എനിക്ക് അവസരം കിട്ടും, മടങ്ങി വന്ന് മാനസാന്തരപ്പെടാമെന്ന് മനസ്സിൽ ചിന്തിക്കരുത്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് എവറി ഓപ്പൺ ഡോർ ഈസ് ഫ്രം ഗോഡ്. ചിന്തിക്കണമേ, തുറന്നു കിടക്കുന്ന വാതിലെല്ലാം ദൈവത്തിൽ നിന്നുള്ള വാതിലാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പിശാച് നിന്റെ വാതിൽ തുറന്നിടും. ചിന്തിക്കണമേ, എലിയെ പിടിക്കാൻ വേണ്ടി അടിവില്ല് വെക്കുന്ന കണ്ടിട്ടുണ്ടോ?
അതിനകത്ത് എന്തുവാ വെക്കുന്നത്? എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഒന്ന് തേങ്ങാക്കൊത്ത് വയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേക്കിടും. അപ്പോൾ ദൂരെ നിന്ന് എലി ഇത് കാണുന്നതാണ്. എലി വിചാരിക്കും, എലി പ്രാർത്ഥിക്കാൻ കഴിവുള്ള ജീവിയാണെങ്കിൽ എലി ആദ്യം പ്രാർത്ഥിച്ചിട്ട് പറയും, ഈ ഭക്ഷണം വെച്ച ആളിനെ ദൈവമേ അനുഗ്രഹിക്കണേ, അല്ലേ? പ്രാർത്ഥിക്കത്തില്ലേ? ഞാൻ ആ എലിയുടെ സ്ഥാനത്തെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ. ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ വിശന്ന് വരുമായിരുന്നു, ഈ തേങ്ങാക്കൊത്ത് വെച്ച ആളിനെ ദൈവമേ അനുഗ്രഹിക്കണമേ. പക്ഷേ എന്താ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത്? തുറന്നു കിടക്കുന്ന വാതിലെല്ലാം ദൈവത്തിൽ നിന്നുള്ള വാതിലാണെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. അനേകരിന്ന് തുറന്ന വാതിലുകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ നിത്യത നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുവാനുള്ള കെണിയായിരിക്കും അത്. തുറന്ന വാതിൽ കാണുമ്പോൾ നീ വചനത്തിലേക്ക് നോക്ക്. തുറന്ന വാതിൽ കാണുമ്പോൾ നീ വചനത്തിലേക്ക് നോക്ക്. വചനപ്രകാരമുള്ള വാതിലാണോ ആ തുറന്നു കിടക്കുന്ന വാതിൽ? നിനക്കും എനിക്കും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന മാതൃകയാണത്. ദൈവവചനം, പരിശുദ്ധാത്മാവ് സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തും. മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് 5 മിനിറ്റ് കൂടി നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 2, ഡോണ്ട് കൺഫ്യൂസ് റിഗ്രറ്റ് വിത്ത് റിപ്പൻറ്റൻസ്. നഷ്ടബോധവും മാനസാന്തരവും ഒന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒത്തിരി മനുഷ്യർ ഈ ലോകത്തെ കരയുന്നവരുണ്ടല്ലേ? കരയുന്നതെല്ലാം ദൈവമക്കളാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ചിലരുടെ കരച്ചിൽ കാണുമ്പോൾ വിചാരിക്കും, ഓ ഭയങ്കര അഭിഷേകത്തിലായി കരയുന്നത്. സ്വർഗത്തിലെ ദൈവം മാത്രം അറിയുന്നുണ്ട് എന്തിനോർത്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഒന്ന് ഈ ജോലി നഷ്ടപ്പെട്ടു, ഓഫീസിൽ വലിയ വിഷയങ്ങൾ നടന്നിട്ടിരിക്കുക, ജോലി പോയി, ലെറ്റർ കിട്ടി, അല്ലെങ്കിൽ ഫയർ ചെയ്തു. അപ്പോൾ അതോർത്തായിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൈവം എങ്ങനെയും എന്നെ ഒന്ന് വിടുവിക്കണമേ, അല്ലേ? അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ദൈവം മാത്രം അറിയുന്നു നിന്റെ അവസ്ഥ എന്താണെന്ന്. നീ പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച് നിന്റെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിനെ ഓർത്ത് ഉപവസിക്കുവാനോ, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ, അതിനെ ഓർത്ത് കരയുവാനോ, വചനത്തിലേക്ക് മടങ്ങി വരുവാനോ നിനക്ക് കണ്ണുനീരില്ല. നിനക്ക് കണ്ണുനീര് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില അനുഗ്രഹങ്ങളെ ഓർത്ത് നീ കരയുകയാ. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതിനുവേണ്ടി കരയരുതെന്നല്ല, പക്ഷെ കരയുവാനുള്ള പ്രയോറിറ്റി നീ ഏതിനു വേണ്ടി ആദ്യം കരയണം, അതാണ് എൻ്റെ വിഷയം. നാളെ ആരും ഈ മെസ്സേജ് എടുത്ത് മിസ്കോട്ട് ചെയ്ത് പറയരുത്, ആരോഗ്യത്തിന് വേണ്ടി കരയരുത്, ജീവിതത്തിൽ ഭാരമുണ്ടാകുമ്പോൾ കരയരുത്. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അതിനിപ്പുറം നിന്റെ നിത്യത നഷ്ടപ്പെടുന്ന എന്തെല്ലാം നിന്റെ കയ്യിലുണ്ട്, അതിനെ ഓർത്തെന്താ നീ കരയാത്തത്? അതിനെന്താ നീ വില കൊടുക്കാത്തത്? Esau cried bitterly. യേശാവ് കരഞ്ഞു ഉറക്കെ. But it was simply emotional. But the tears from true repentance are transformational. ഓർക്കണമേ, യേശാവ് കരഞ്ഞു. ആ കരച്ചിൽ വൈകാരികമായ കരച്ചിലായിരുന്നു. ഇനി മുതൽ ഈ അനിയനാന്നല്ലോ ഇനി എൻ്റെ ചേട്ടൻ. ഇന്നലെ വരെ ഇവൻ എൻ്റെ അനിയനായിരുന്നു, ഇനി മുതൽ ഇവനെ ഞാൻ ചേട്ടനെന്ന് വിളിക്കണമല്ലോ. അത് ഓർത്തായിരിക്കും അവൻ കരഞ്ഞത് ചിലപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ അന്നത്തെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് 100% കൊടുത്തിട്ട് ആ ജ്യേഷ്ഠനാണ് മറ്റുള്ളവർക്ക് വീതിക്കുന്നത്. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, ചില ചരിത്രങ്ങളിൽ വായിച്ചിട്ടുള്ളത്. പഴയ കാലത്തിലെ എബ്രായ പാരമ്പര്യം അങ്ങനെയായിരുന്നു. മൂത്തയാളാണ് ആ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നയാൾ. മൂത്തയാളിന് അപ്പൻ എല്ലാം ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് ആ മൂത്തയാളാണ് അവൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റവർക്ക് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇവൻ കരഞ്ഞ ഇതായിരിക്കും, ഇനി ഇവൻ്റെ മുമ്പിൽ പോയിട്ട് ഈ എൻ്റെ ഇളയ എൻ്റെ ഈ യാക്കോബിൻ്റെ മുമ്പിൽ പോയി ഇനി ഞാൻ കൈ നീട്ടണമല്ലോ, അതോർത്തായിരിക്കും അവൻ ചിലപ്പോൾ കരഞ്ഞത്. സോ ഡോണ്ട് കൺഫ്യൂസ് റിഗ്രറ്റ് വിത്ത് റിപ്പൻറ്റൻസ്. നീ കരയുന്നത് റിഗ്രറ്റ് കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ വന്ന തോൽവി ഓർത്താണോ നീ കരയുന്നത്? അതോ ദൈവസന്നിധിയിൽ നിന്റെ അവസ്ഥയോർത്ത് മാനസാന്തരപ്പെട്ടാണോ നീ കരയുന്നത്? ബിക്കോസ് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവചനത്തിൽ 2 ദുഃഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വൺ ഈസ് വേൾഡ്ലി സോറോ, ദി അതർ ഈസ് ഗോഡ്ലി സോറോ. 2 കൊരിന്ത്യൻസ് 7:10 ആരെങ്കിലും ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഏശാവിൻ്റെ ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമായിരുന്നോ അതോ ലോകത്തിൻ്റെ ദുഃഖമായിരുന്നു? ഇന്ന് പകൽ രാത്രികാലം ഈ വചനത്തിന് മുമ്പാകെ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഓർക്കണമേ, ദൈവസന്നിധി കഴിഞ്ഞ നാളുകളിൽ നാം നിലവിളിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥനകളിൽ നിലവിളിക്കുമ്പോൾ, ദൈവവചനത്തിന്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുമ്പോൾ, നിന്റെ ദുഃഖം ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണോ അതോ ഈ ലോകത്തിലെ ദുഃഖമാണോ? മറന്നു പോകരുത് സഹോദര സഹോദരി, നമ്മൾ മറന്നു പോകരുത്. ദിസ് ഇസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ.
Regret and repentance can look similar on the surface because both involve sorrow, tears and emotional pain. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ, ഒരാൾ നോക്കുകയാണെങ്കിൽ അത് റിഗ്രറ്റ് ആയിക്കോട്ടെ, റിപ്പൻഡൻസ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും. അതിനകത്ത് രണ്ടിനകത്തും ദുഃഖമുണ്ട്, രണ്ടിനകത്തും കണ്ണുനീരുണ്ട്, രണ്ടിനകത്തും നഷ്ടങ്ങളുണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. ബട്ട് ദേ ആർ നോട്ട് ദ സെയിം തിങ്. വൺ ഫീൽസ് ഗിൽറ്റി ഓഫ് കോൺസിക്വൻസസ്, ദി അതർ ഈസ് ബ്രോക്കൺ ഓവർ ദ സെപ്പറേഷൻ ഫ്രം ഗാഡ്. മാനസാന്തരത്തിൻ്റെ ദുഃഖമെന്ന് പറയുന്നത്, മാനസാന്തരത്തിലേക്ക് ഉളവാക്കുന്ന ദൈവികമായ ദുഃഖമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഞാൻ എത്ര അകന്നുപോയല്ലോ എന്നോർത്തുള്ള ദുഃഖമാണ്. മറ്റേ ദുഃഖം എന്താണെന്നറിയാമോ? ചെയ്തു പോയതിൻ്റെ കോൺസിക്വൻസസ്, വന്നുപോയ നഷ്ടങ്ങളെക്കുറിച്ചുള്ള ഓർത്ത ദുഃഖം. അതുകൊണ്ട് ഡോണ്ട് കൺഫ്യൂസ് റിഗ്രറ്റ് ആൻഡ് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ. ഞാനൊരു ടെസ്റ്റ് ഡോസ് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ ഒരു നല്ല മെസ്സേജ് കേൾക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നല്ലൊരു ആരാധന, ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് സെഷൻ കഴിയുമ്പോൾ നമ്മൾ നിലവിളിച്ചിട്ട് ഇറങ്ങിപ്പോകത്തില്ലേ? നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എന്തിനെ ഓർത്താണോ നമ്മൾ നിലവിളിച്ചത്, സെയിം തന്നെ നമ്മൾ വെളിയിൽ പോയി ചെയ്യും. ശരിയല്ലേ? ശരിയല്ലേ? അതുതന്നെയാണ് ഏശാവിൻ്റെ ജീവിതത്തിൽ പറ്റിയത്. ഏശാവിൻ്റെ പിൽക്കാലത്തെ ജീവിതം നിങ്ങളൊന്ന് പഠിക്കണം, പോയിക്കോട്ടോ. വീട്ടിൽ എനിക്ക് സമയമില്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഏശാവിൻ്റെ പിൽക്കാലമുള്ള ജീവിതം നോക്കി. അവനൊരു വേൾഡ്ലി പേഴ്സൺ ആയിരുന്നു, ലൗകികനായിരുന്നു. യഹോവയെ ഭയപ്പെട്ടവനല്ല പിന്നീടുള്ളത്. അവന് മാനസാന്തരം വന്നില്ല. അതുപോലെ നമ്മളിൽ പലർക്കും, നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള സെഷൻസേ ഉള്ളൂ ഈ കണ്ണുനീര് കണ്ണുനീര് കണ്ണുനീര്. പക്ഷെ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ ആൾ തന്നെയാണ്. ഏതൊക്കെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് വെളിയിൽ പോയി പിന്നെ ചെയ്യുന്നത്. It was simply the tears of regret, not the tears of repentance. Repentance means turning away. ഞാനത് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഈ വെളിയിലുള്ള പാറക്കെട്ടുകളൊക്കെ കണ്ടില്ല, പാറയൊക്കെ കണ്ടിട്ടില്ലയോ? എത്രയോ വർഷങ്ങൾ കൊണ്ട് മഴ നനഞ്ഞു കിടക്കുന്ന പാറയാണ്. പക്ഷെ ആ പാറയ്ക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ട്. ഇന്നും അത് പാറയാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് വലിയ പാറക്കെട്ടുകളുണ്ട്. വെരി റോക്കി ഏരിയാസ് ആർ ദേർ അണ്ടർ ദി ഓഷ്യൻസ്. Deep down in the bottom of oceans, big rocky areas. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വെള്ളം അതിന് മീതെ കിടക്കുകയാ. ആ റോക്ക് വെള്ളം മെൽറ്റ് ആവുന്നുണ്ടോ? ഇല്ല. അതുപോലെയാ എത്രയോ കാലഘട്ടം കൊണ്ട് നമ്മൾ വചനം കേൾക്കുന്നു. ഇന്നും നമ്മളിൽ പലരുടെയും ഹൃദയം പാറയാ. ആ പാറയെ മാറ്റുവാൻ കർത്താവിന് മാത്രമേ പറ്റൂ. ആ പാറയെ തകർക്കുവാൻ ദൈവത്തിന്റെ തിരുവചനത്തിന് മാത്രമേ പറ്റൂ. എവിടെ ആര് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് കൊടുത്തുകൊന്നുവോ അവരുടെ ഹൃദയങ്ങൾ തകരും. കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. പാറയായിരിക്കുന്ന, കല്ലായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ മാംസളമായ ഹൃദയങ്ങളാക്കി മാറ്റും. അല്ലേ? ദൈവവചനത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ലേ? എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ വന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ എസെക്കിയേലിന്റെ 36:26 എനിക്ക് തോന്നുന്നു യെരമ്യാവ് 31:33 അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പുതിയൊരു നിയമം ചെയ്യുവാൻ കഴിയുന്ന കാലം വരും, അന്ന് കല്ലായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയങ്ങൾ നിങ്ങൾക്ക് തരും. കർത്താവിന്റെ വാഗ്ദത്തമാണ്. പക്ഷേ ആരതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ, മുമ്പേ കർത്താവിന്റെ ദാസൻ ആരാധന ശുശ്രൂഷ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ആര് നിലവിളിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. ട്രൂ റിപ്പൻറ്റൻസ് പ്രൊഡ്യൂസ് മൂവ്മെന്റ്സ്. ഒരു യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞ് ഒരാളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ചലനമുണ്ടാക്കും. എന്തോ ചലനമാണെന്നറിയാമോ? എ ചേഞ്ച് ഡയറക്ഷൻ. അതുവരെ പോകുന്ന രീതിയിലായിരിക്കത്തില്ല ആൾ പോകുന്നത്. അതുവരെയുള്ള ലക്ഷ്യമല്ല, ലക്ഷ്യം മാറും. മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ലക്ഷ്യം മാറും. എ റിന്യൂഡ് ഒബീഡിയൻസ്. ഇത്രയും നാളുമുള്ള ഒരു അനുസരണയല്ല. ഇത്രയും നാൾ അവൻ അനുസരിച്ചത് അവന്റെ ജഡത്തെയായിരുന്നു. ഇന്നു മുതൽ അവൻ അനുസരിക്കുന്നത് കർത്താവിനെയാണ്. എ ടോട്ടൽ സറണ്ടർ. ഇതൊക്കെയാണ് ട്രൂ റിപ്പൻറ്റൻസിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷേ ഹല്ലേലൂയ, റിപ്പൻറ്റൻസ് ഈസ് നോട്ട് പെർഫെക്ഷൻ. ഇറ്റ് ഈസ് എ ഡിസിഷൻ ടു സ്റ്റോപ്പ് ജസ്റ്റിഫൈയിങ് സിൻ ആൻഡ് സ്റ്റാർട്ട് സബ്മിറ്റിംഗ് ടു ഗോഡ്. ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് പെർഫെക്ഷൻ. ഒരാൾ റിപ്പൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾ പെർഫെക്റ്റ് ആയി എന്നുള്ളതല്ല. ആൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? സ്റ്റോപ്പ് ജസ്റ്റിഫൈയിങ് സിൻ. ചെയ്ത പാപങ്ങളെ പിന്നെ ന്യായീകരിക്കത്തില്ല. കംപ്ലീറ്റ്ലി സറണ്ടർ ടു ദ ലോർഡ്. ശത്രു ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദി എനിമി വോൺസ് പീപ്പിൾ ട്രാപ്ഡ് ഇൻ സൈക്കിൾസ്. ഒരു സൈക്കിളിനകത്ത് കൊണ്ടിടും. പിശാച് എന്താ ചെയ്യുന്നതെന്നറിയാമോ? സിന്നുണ്ട്, അത് കഴിഞ്ഞ് ഗിൽറ്റ് വരും, അത് കഴിഞ്ഞ് നമ്മൾ അപ്പോളജൈസ് ചെയ്യും, പിന്നെ റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? പാപം വന്നൊന്ന് ബോധ്യം വന്നൊരു മെസ്സേജ് കേൾക്കുമ്പോൾ
ഉടനെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഗിൽറ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഉടനെ അവിടെ നിന്നുകൊണ്ട് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയും. വെളിയിലിറങ്ങി അത് തന്നെ തുടങ്ങും. ദാറ്റ് ഈസ് വാട്ട് എനിമി ഡസ്. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത് അറിയാമോ? ബട്ട് ഗോഡ് ഡിസൈസ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നറിയാമോ? വെൻ യു ആർ എ സിന്നർ, you come to the presence of the Lord, you get convicted of your sin, then you surrender your life to Him, then you repent over it, then God restores you. Hallelujah. പാപിയായ നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു ദൈവസഭയായിരിക്കും, അത് ചില സഹോദരങ്ങൾ ഇരിക്കുന്ന ഒരു കൂട്ടമായിരിക്കും, അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ദൈവവചനം കേൾക്കുന്ന ഒരിടമായിരിക്കും. ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ നിൻ്റെ പാപങ്ങളെക്കുറിച്ച് നീ കൺവിൻസ്ഡ് ആകും, ബോധ്യപ്പെടും, കൺവിക്റ്റഡ് ആകും. അവിടെ നീ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നീ ദൈവസന്നിധിയിലേക്ക് സറണ്ടർ ചെയ്യും, സമർപ്പിക്കും. നിൻ്റെ പാപത്തെ ഓർത്ത് നീ റിപ്പൻറ്റ് ചെയ്യും, റിപ്പൻറ്റൻസ്. ദെൻ ഗോഡ് വിൽ റിസ്റ്റോർ യു. ദൈവം നിന്നെ പുനർജീവിപ്പിക്കും. ഉദ്ധാരണങ്ങളുടെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതിൻ്റെ അവസ്ഥയിൽ നിന്ന് യു ബിക്കം ബോൺ അഗെയിൻ. 3, നമ്പർ 3. ഒന്ന് നമ്മൾ കേട്ടത് എന്താണെന്നറിയാമോ? ഒന്നാമത്തേത് നമ്മൾ കേട്ടു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നാമത്തേത് കേട്ടത് ഡോണ്ട് ട്രേഡ് ഇറ്റേണിറ്റി ഫോർ അപ്പറ്റൈറ്റ്. നിത്യതയെ നമ്മൾ ദാഹത്തിന് വേണ്ടി, വിശപ്പിന് വേണ്ടി വിൽക്കരുത്. രണ്ടാമത് കേട്ടു ഡോണ്ട് കൺഫ്യൂസ് റിഗ്രറ്റ് വിത്ത് റിപ്പൻറ്റൻസ്. റിഗ്രറ്റും റിപ്പൻറ്റൻസും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം റിപ്പൻറ്റൻസിന് പ്രൂഫുണ്ട്, അതിനൊരു തെളിവുകളുണ്ട് റിപ്പൻറ്റൻസിന്. മൂന്നാമത് നമ്മൾ കേൾക്കുന്നത് ഡോണ്ട് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് ടു ലേറ്റ്. സമയം തീരുന്നത് വരെ കാത്തിരിക്കരുത്. സമയം തീരുന്നത് വരെ കാത്തിരിക്കരുത്. ഈസ ഫൗണ്ട് നോ പ്ലേസ് ഓഫ് റിപ്പനൻസ്. ഇവിടെ വായിച്ചു, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കുവാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുപോലെ ആണ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ വി ഓൾസോ വിൽ ഗെറ്റ് നോ ചാൻസ്. നമ്മുടെ മാനസാന്തരം യാഥാർത്ഥ്യമുള്ള മാനസാന്തരമല്ലെന്നുണ്ടെങ്കിൽ ടുമോറോ വി മേ നോട്ട് ഗെറ്റ് അനദർ ചാൻസ്. ഹാലലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്തുന്നു. ഹാലലൂയ. താങ്ക് യു ലോർഡ്. ഹാലലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. നാളെ എനിക്ക് സമയം, കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, മാനസാന്തരപ്പെടാൻ സമയമുണ്ട്, മടങ്ങി വരാൻ സമയമുണ്ട്, എൻ്റെ ബന്ധങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാൻ സമയമുണ്ട്, ഏറ്റുപറയാൻ സമയമുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നാളത്തെ ദിവസം നമ്മുടെ കയ്യിലല്ല. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ പ്രാണനെ ചോദിച്ചാൽ, ഹല്ലേലൂയ, ലൂക്കോസ് വിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടതുപോലെ, നമ്മൾ കാണുന്നത് പോലെ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ദൈവം നിന്നോട് ചോദിച്ചാൽ, ഓൾ യുവർ ടുമോറോ ഈസ് ഗോഡ്. നിൻ്റെ നാളുകളെല്ലാം പോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ കൊടുക്കാം. വണക്കാം.